നമസ്കാരം, ഞാൻ നിപിൻ നിരവത്ത്. ഈ വിവാഹം എപ്പോൾ വേണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ നാട്ടിൽ 20കളിലാണല്ലോ കൂടുതൽ ആളുകളും വിവാഹം കഴിക്കുന്നത്. കാരണം 20 വയസ്സ് കഴിയുമ്പോഴേക്കും പെൺകുട്ടിക്ക് വിവാഹപ്രായം ആയി, അല്ലെങ്കിൽ 25 വയസ്സാകുമ്പോഴേക്കും ആൺകുട്ടിക്ക് വിവാഹപ്രായം എന്നൊക്കെയാണ് പൊതുവെയുള്ള ഒരു ധാരണ. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയോട് ചെയ്യുന്ന അനീതിയായിട്ടാണ് ഞാൻ പലപ്പോഴും കരുതിയിട്ടുള്ളത്. കാരണം സ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങും മുന്നേ തന്നെ വ്യക്തിത്വ വികാസത്തിന് അവസരം ലഭിക്കാത്ത വിധത്തിലേക്ക് അവരിൽ ഭൂരിഭാഗം ആളുകളും ചുരുങ്ങിപ്പോകേണ്ടതായിട്ട് വരുന്നു. ചുരുക്കം ചിലർക്ക് മാത്രമേ വിവാഹശേഷം സ്വന്തം സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാനായിട്ടും സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ ജീവിക്കാനുമൊക്കെ സാധിക്കുന്നത്. പക്ഷെ പരസ്പരമുള്ള സ്നേഹം ഇത്തരം കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നൊരു വളരെ വിരളമാണ്. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് ഒരാൾ വിവാഹത്തിന് തയ്യാറാകേണ്ടത്? എന്തുകൊണ്ടാണ് 20കളിൽ വിവാഹം വേണ്ട എന്ന് പറയുന്നത്? നമ്മുടെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് ഒരാൾക്ക് ജീവിതത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കാൻ തുടങ്ങുന്ന സമയമാണ് അയാളുടെ 20കൾ. കുട്ടിക്കാലത്തെ പരിമിതികളും കൗമാരക്കാലത്തെ പഠനഭാരവും നിയന്ത്രണങ്ങളും എല്ലാം കഴിഞ്ഞ് ഒരാൾക്ക് താൻ സ്വതന്ത്രനായ എന്നൊരു തോന്നലുണ്ടാകുന്ന സമയം കൂടിയാണത്. ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കാൻ നിങ്ങൾ ശ്രമിച്ചു തുടങ്ങുന്ന സമയം, സ്വയം സമ്പാദിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങുന്നത് ഈ സമയത്താണ്. വിവാഹം കഴിഞ്ഞാലും ഇതെല്ലാം ചെയ്യാമല്ലോ എന്ന് ചിന്തിക്കുന്നവരും ചെയ്തുകൂടെ എന്ന് വാദിക്കുന്നവരും ഉണ്ടാകാം. ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി, അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ കിട്ടും. ഒരാൾ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ അയാൾക്ക് സ്വന്തം ഇഷ്ടം പോലെ ജീവിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ കുറേ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിനും വിവാഹത്തിന് മുമ്പുമുള്ള കുറച്ച് സമയം മാത്രമാണ് ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ശരിക്കുമുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കിട്ടുന്ന സമയം. അതുകൊണ്ട് തന്നെ ആ സമയം പരമാവധി ഉപയോഗപ്പെടുത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം, ഒരാൾക്ക് ജീവിതത്തെ അന്വേഷിക്കാനും കണ്ടെത്താനുമുള്ള ഒരു സമയം കൂടിയാണ് അയാളുടെ 20s എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരു മെച്യൂരിറ്റി ഉണ്ടാകാൻ തുടങ്ങുന്ന, സ്വന്തം നിലപാടുകളിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും ഒക്കെ സ്ഥിരപ്പെടുന്ന ഒരു സമയം. ഇതിൽ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത, പങ്കാളിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റായി ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ് പല വിവാഹങ്ങളും നടക്കുന്നത്. എന്നാൽ ഇതിന് പകരം സ്വന്തം കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കി അതിനോട് ചേരുന്ന ഒരാളെ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുന്നതും കൂടുതൽ നല്ലതാണ്. മാത്രമല്ല, ചുറ്റുമുള്ള മനുഷ്യരെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും അനുഭവങ്ങൾ സമ്പാദിക്കാനും ഒരു വ്യക്തിയെ ഈ സമയം സഹായിക്കും. മൂന്നാമത്തെ കാര്യം, കരിയറിൽ സ്വന്തമായ സ്ഥാനമുണ്ടാക്കാൻ ഒരാൾക്ക് സമയം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ചിലർ ചോദിച്ചേക്കാം, വിവാഹത്തേക്കാൾ വലുതാണോ കരിയർ? പെൺകുട്ടികളാണ് ഇത്തരം ചോദ്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാറുള്ളത്. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ എത്ര ഇൻഡിപെൻഡൻ്റ് ആയ പെൺകുട്ടിയും മാതാപിതാക്കളുടെ മുമ്പിൽ ബാധ്യതയാണ്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വ്യക്തമായ കരിയർ പ്ലാൻ ഉണ്ടെങ്കിൽ അതാദ്യം നേടുക. അതാണ് പ്രയോറിറ്റി. കാരണം നല്ലൊരു കരിയർ നിങ്ങളെ എല്ലാ വിധത്തിലും കൂടുതൽ സ്വതന്ത്രരാക്കും. മാത്രമല്ല, അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും, നിങ്ങളുടെ കോൺഫിഡൻസ് ഇരട്ടിയായിരിക്കും. അതുകൊണ്ട് കരിയറാണോ പ്രധാനമെന്ന് ചോദിക്കുന്നവരോട് ധൈര്യമായിട്ടങ്ങ് പറഞ്ഞു, തൽക്കാലം ഇത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. നാലാമത്തെ കാര്യം, ഒറ്റയ്ക്കുള്ള ജീവിതത്തിൻ്റെ സന്തോഷം തിരിച്ചറിയാൻ കുറച്ച് വൈകി കല്യാണം കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. മാതാപിതാക്കളുടെ തണലിൽ നിന്ന് ഭർത്താവിൻ്റെ തണലിലേക്ക്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മനസ്സിലേക്ക് ചെറുപ്പം മുതൽ തന്നെ കുത്തിവെക്കപ്പെടുന്ന ഒരു സങ്കല്പമാണ്, പെണ്ണാരുടെയെങ്കിലും കൂടെ സംരക്ഷണത്തിൽ പോകേണ്ടതാണല്ലോ, അങ്ങനെ കഴിഞ്ഞല്ലേ പറ്റുമെന്ന്. ഇത് മറികടക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന്. സ്വന്തം കാലിൽ നിൽക്കാനും ആ സ്വാതന്ത്ര്യം ആസ്വദിക്കാനും ജീവിതത്തിൽ കുറച്ച് വർഷമെങ്കിലും മാറ്റിവെക്കണം. ബന്ധങ്ങളുടെ അമിത നിയന്ത്രണങ്ങളില്ലാതെ ഇഷ്ടമുള്ള യാത്രകളും സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് ഈ സമയം ചെലവഴിക്കുക. ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാട് തന്നെ മാറി മറിയാൻ നിങ്ങളെ ഈ വർഷങ്ങൾ സഹായിക്കും എന്നത് തീർച്ചയാണ്. അഞ്ചാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ശരിയായ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ണർ അല്ലെങ്കിൽ ഒരു കമ്പാനിയൻ കിട്ടാനായിട്ട് ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കും എന്നതാണ്. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥത്തെ ഒന്ന് മനസ്സിലാക്കണം. പലരും പ്രണയിക്കുന്ന ആളെ തന്നെ കല്യാണം കഴിക്കുന്നവരാണ്. 20കൾക്ക് മുമ്പോ 20കളുടെ തുടക്കത്തിലോ നിങ്ങൾ പ്രണയത്തിലായേക്കാം. അത് സ്വാഭാവികമാണ്. ആ സമയത്തുള്ള പ്രണയം കുറച്ചുകൂടെ മെച്ചൂർഡായിരിക്കും. പ്രണയത്തെ നിയന്ത്രിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ആ പ്രണയത്തെ വിവാഹത്തിലേക്കും കുടുംബജീവിതത്തിൻ്റെ കെട്ടുപാടുകളിലേക്കും എത്തിക്കാൻ അല്പം സമയമെടുക്കുന്നത് നല്ലതാണ്. രണ്ടുപേരും കരിയർ ഉൾപ്പെടെയുള്ള സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒറ്റയ്ക്കുള്ള നാളുകൾ ആസ്വദിക്കാനുമുള്ള സമയത്തിന് ശേഷം മാത്രം കുടുംബജീവിതം ആരംഭിച്ചാൽ മതിയാവും. കാരണം വേഗത്തിൽ വിവാഹിതരായതിനു ശേഷം പിന്നീട് ദുഃഖിക്കുന്നവരാണ് ഏറെയും, പ്രത്യേകിച്ച്
പ്രണയ വിവാഹത്തിൽ തകർന്നു പോകുന്നവർ. അതുകൊണ്ട് തന്നെ ശരിയായ റിലേഷൻഷിപ്പിലാകാനായിട്ടും അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനും കുറച്ചു നാൾ പ്രണയിച്ചു മനസ്സിലാക്കി അല്ലെങ്കിൽ കുറച്ചു നാൾ കണ്ടും ഇടപഴകിയും ജീവിതത്തിലേക്ക് വിവാഹത്തിലേക്ക് പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ആറാമത്തെ കാര്യം, മാതാപിതാക്കൾക്കും നിങ്ങൾക്കും വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാൻ കിട്ടുന്ന, ജീവിക്കാൻ കിട്ടുന്ന സമയമായിട്ട് അതിനെ കാണണം. വിദ്യാഭ്യാസ കാലം പൂർത്തിയാകും വരെ നമ്മളെ പരിപാലിച്ചതും നമ്മളെ സംരക്ഷിച്ചതുമൊക്കെ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം കാലിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് സാധിക്കണം. മറ്റ് കെട്ടുപാടുകളിലേക്ക് കടക്കും മുമ്പ് അവർക്കൊപ്പം ഒന്ന് ജീവിച്ചു നോക്കൂ. ഒരു മുതിർന്ന വ്യക്തിയായി അവരോടൊപ്പം ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം അതൊന്ന് വേറെയാണ്. അപ്പോൾ ഈ വിവാഹം 20കളിൽ തന്നെ വേണം എന്ന് വാശി പിടിക്കുന്നവർക്ക് എന്തുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു എന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒത്തുചേർത്ത് വെച്ച് വരുമ്പോൾ വിവാഹത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചിട്ട് നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോകുന്ന വിവാഹത്തെക്കുറിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുന്ന നന്നായിരിക്കും. ഈ കാലഘട്ടത്തിൽ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ചിലർ പെട്ടെന്ന് വിവാഹം കഴിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഭയം കൊണ്ടാണ്. വൈകിപ്പോയാൽ പ്രശ്നമാണ് എന്ന് എല്ലാവരും പറയുന്നു. അതുകൊണ്ട് കെട്ടാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് കല്യാണം നടത്തുന്നു. അവിടെ തിരഞ്ഞെടുപ്പുകളില്ല. പക്ഷേ യഥാർത്ഥത്തിൽ വിവാഹം അല്പം വൈകിയാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അനുഭവമുള്ളവർ പറയും കേട്ടോ. നമ്മുടെ നാട്ടിൽ മാത്രമാണ് വിവാഹത്തിന് ഇത്രയും ഒരു ടൈം പീരീഡൊക്കെ വെച്ചിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലൊക്കെ ഇഷ്ടമുള്ളവർ തമ്മിൽ ഇഷ്ടപ്പെടുമ്പോൾ വിവാഹം കഴിച്ചിട്ടാണ് ജീവിക്കുക. ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നു. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കാൻ കിട്ടുന്ന കുറച്ച് സമയം അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. ബാക്കിയെല്ലാം സ്വന്തം ഇഷ്ടം. ഇനി ഞാൻ ഈ വീഡിയോയിൽ വിവാഹം കഴിക്കരുതെന്നോ വിവാഹം നേരത്തെ കഴിക്കുന്ന അപരാധമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മളുടെ ചിന്തകളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് നല്ല നല്ല ഉത്തരങ്ങൾ കിട്ടുക. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. ബൈ.